നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ചിത്തിര. ഇവർക്ക് പൊതുവെ മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യത്തിലും അനാവശ്യമായ ധൃതി ഉണ്ടാവുക, പണമിടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരിക മുതലായ അനുഭവങ്ങൾ ഉണ്ടാവാം. സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള കാലമാണ്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ്. ഇഷ്ടസ്ഥാനലബ്ധി ഉണ്ടാകും. പണച്ചെലവ് കൂടുതലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, കൂടുതൽ പണം മുടക്കി ചില ബിസിനസ്സുകളിൽ ഏർപ്പെടുക മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ മാസം അതിനുള്ള അനുഭവം ഉണ്ടാകും. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചില സൂചനകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നുള്ള അലർജി പിടിപെടാൻ ഇടയുള്ളതിനാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ശ്രീകൃഷ്ണസ്വാമിയെയാണ് ഭജിക്കേണ്ടത്. ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ ബുധനാഴ്ചകളിൽ ദർശനം നടത്തുക, തൃക്കൈവെണ്ണ പോലെയുള്ള വഴിപാടുകൾ, തുളസിമാല ചാർത്തിക്കൽ, അപ്രകാരം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്.